ഹലോ ഫ്രണ്ട്സ്, ദ സ്റ്റഡി റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ക്ലാസിക്കൽ ആൻഡ് ലിബറൽ നാഷണലിസം എന്ന ടോപ്പിക്കാണ്. അതിനു മുൻപ് ദേശീയത അഥവാ നാഷണലിസം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 19-ാം നൂറ്റാണ്ടിലും യൂറോപ്പിൽ ഉണ്ടായ രാഷ്ട്രീയ, സാമൂഹിക, ബൗദ്ധിക മാറ്റങ്ങളുടെ ഫലമായാണ് ദേശീയത എന്ന ആശയം ശക്തിപ്പെട്ടത്. ഒരു ജനതയ്ക്ക് പൊതുവായ ഭാഷയും സംസ്കാരവും ചരിത്രവും പാരമ്പര്യവും രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഉണ്ടെങ്കിൽ അവർക്ക് സ്വതന്ത്രമായ ഒരു രാഷ്ട്രം രൂപീകരിക്കാനുള്ള അവകാശമുണ്ടെന്ന ആശയമാണ് ദേശീയതയുടെ അടിസ്ഥാനം. ദേശീയത വിവിധ രൂപങ്ങളിൽ വികസിച്ചെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ധാരകളാണ് ക്ലാസിക്കൽ ദേശീയത, ലിബറൽ ദേശീയത. ക്ലാസിക്കൽ ദേശീയത പ്രധാനമായിട്ടും സാംസ്കാരിക ഐക്യത്തെയും ദേശീയ സ്വയംഭരണത്തെയും മുൻനിർത്തിയപ്പോൾ ലിബറൽ ദേശീയത ദേശീയതയെ വ്യക്തി സ്വാതന്ത്ര്യം, ജനാധിപത്യം, ഭരണഘടനാപരമായിട്ടുള്ള ഭരണം, മനുഷ്യാവകാശങ്ങൾ എന്നിവയുമായി സംയോജിപ്പിച്ചു. ക്ലാസിക്കൽ ദേശീയത എന്ന് പറയുന്നത് ഒരു ജനതയുടെ പൊതുവായ ഭാഷ, ചരിത്രം, സംസ്കാരം, മതം, പാരമ്പര്യം, ഭൂവിഭാഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രത്തെ നിർവചിക്കുന്ന ദേശീയതയുടെ ആദ്യകാല രൂപമാണ്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 19-ാം നൂറ്റാണ്ടിലും യൂറോപ്പിൽ ഈ ആശയം ശക്തമായി വളർന്നു. ഫ്രഞ്ച് വിപ്ലവം, നെപ്പോളിയൻ യുദ്ധങ്ങൾ, റൊമാൻറ്റിക് പ്രസ്ഥാനം എന്നിവ ക്ലാസിക്കൽ ദേശീയതയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചു. ക്ലാസിക്കൽ ദേശീയതയുടെ ലക്ഷ്യം നോക്കുകയാണെങ്കിൽ ഒരു ജനതയ്ക്ക് സ്വന്തം രാഷ്ട്രം സ്ഥാപിക്കുക എന്നതായിരുന്നു. അതിനാൽ ഒരു രാഷ്ട്രം ഒരു രാജ്യം, വൺ നാഷൻ വൺ സ്റ്റേറ്റ് എന്ന ആശയമാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം. ക്ലാസിക്കൽ ദേശീയതയുടെ സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ ക്ലാസിക്കൽ ദേശീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത പൊതുവായ സംസ്കാരത്തിനും ഭാഷയ്ക്കും നൽകിയ പ്രാധാന്യമാണ്. ഒരു ജനതയെ ഒന്നിപ്പിക്കുന്നത് അവരുടെ പൊതുവായ ചരിത്രവും പാരമ്പര്യവുമാണെന്ന് ഈ ആശയം വിശ്വസിക്കുന്നു. രണ്ടാമതായി, ദേശീയ ഐക്യത്തിനും ദേശീയ ബോധത്തിനും ഇത് വലിയ പ്രാധാന്യം നൽകുന്നു. വ്യക്തിയുടെ താല്പര്യത്തെക്കാൾ രാജ്യത്തിൻ്റെ പൊതു താല്പര്യമാണ് പ്രധാനമെന്ന് ക്ലാസിക്കൽ ദേശീയത വാദിക്കുന്നു. മൂന്നാമതായി, വിദേശ അധിനിവേശത്തെയും സാമ്രാജ്യത്വത്തെയും എതിർക്കുകയും ദേശീയ സ്വാതന്ത്ര്യത്തിനായി പോരാടുകയും ചെയ്യുന്നത് ഇതിൻ്റെ പ്രധാന ലക്ഷ്യമാണ്. കൂടാതെ സ്വതന്ത്രവും പരമാധികാരവുമുള്ള ദേശീയ രാഷ്ട്രം രൂപീകരിക്കുകയാണ് ഇതിൻ്റെ പ്രധാന രാഷ്ട്രീയ ലക്ഷ്യം. ക്ലാസിക്കൽ ദേശീയതയുടെ പ്രാധാന്യം. ക്ലാസിക്കൽ ദേശീയത യൂറോപ്പിൽ ദേശീയ രാഷ്ട്രങ്ങളുടെ രൂപീകരണത്തിന് ശക്തമായ അടിത്തറയായി. ജർമ്മനിയുടെയും ഇറ്റലിയുടെയും ഏകീകരണത്തിന് ഈ ആശയം പ്രധാന പ്രചോദനമായിരുന്നു. കൂടാതെ ഏഷ്യയിലും ആഫ്രിക്കയിലുമുള്ള അധിനിവേശ വിരുദ്ധ ദേശീയ വിമോചന പ്രസ്ഥാനങ്ങൾക്കും ഈ ആശയം സ്വാധീനം ചെലുത്തി. ദേശീയ ഐക്യം, ദേശസ്നേഹം, സ്വാതന്ത്ര്യം എന്നീ മൂല്യങ്ങൾ വളർത്തുന്നതിൽ ക്ലാസിക്കൽ ദേശീയത നിർണായക പങ്കുവഹിച്ചു. വിമർശനങ്ങൾ നോക്കുകയാണെങ്കിൽ ക്ലാസിക്കൽ ദേശീയത ഒരേ ഭാഷയും സംസ്കാരവും ദേശീയതയുടെ അടിസ്ഥാനമാക്കിയതിനാൽ ബഹുസാംസ്കാരിക സമൂഹങ്ങളിൽ ഇത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാമെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ ആശയം ചിലപ്പോൾ വംശീയ ദേശീയതയ്ക്കും അഥവാ എത്നിക് നാഷണലിസത്തിനും അതിതീവ്ര ദേശീയതയ്ക്കും അൾട്രാ നാഷണലിസത്തിനും വഴിയൊരുക്കിയെന്നും വിമർശനമുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ പലപ്പോഴും അവഗണിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും വിമർശകർ പറയുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ച അതിതീവ്ര ദേശീയതയുടെ വളർച്ചയിൽ ക്ലാസിക്കൽ ദേശീയതയുടെ ചില ഘടകങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെട്ടതായും വിലയിരുത്തപ്പെടുന്നുണ്ട്. ക്ലാസിക്കൽ ദേശീയത ആധുനിക ദേശീയ രാഷ്ട്രങ്ങളുടെ രൂപീകരണത്തിന് അടിസ്ഥാനമായ രാഷ്ട്രീയ ആശയധാരയാണ്. ഭാഷ, സംസ്കാരം, ചരിത്രം, ദേശീയ ഐക്യം എന്നിവയെ കേന്ദ്രീകരിച്ച് ഒരു ജനതയുടെ സ്വാതന്ത്ര്യവും പരമാധികാരവും ഉറപ്പാക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. എന്നാൽ ബഹുസാംസ്കാരികവും ആഗോളവൽക്കരിക്കപ്പെട്ടതുമായിട്ടുള്ള ഇന്നത്തെ ലോകത്തിൽ ക്ലാസിക്കൽ ദേശീയതയുടെ ചില ആശയങ്ങൾ പുനർവായനയ്ക്കും വിമർശനാത്മകമായ വിലയിരുത്തലിനും വിധേയമാകുന്നുണ്ട്. എന്നിരുന്നാലും ദേശീയ രാഷ്ട്രങ്ങളുടെ ചരിത്രവും ദേശീയതയുടെ വികാസവും മനസ്സിലാക്കുന്നതിന് ക്ലാസിക്കൽ ദേശീയത ഇന്നും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആശയമായി തുടരുന്നുണ്ട്.
ലിബറൽ ദേശീയത എന്നത് വ്യക്തി സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, മനുഷ്യാവകാശങ്ങൾ, സ്വയം നിർണയാവകാശം എന്നിവയെ ദേശീയതയുമായി സംയോജിപ്പിക്കുന്ന രാഷ്ട്രീയ ആശയധാരയാണ്. ദേശീയത എന്നത് ഒരു ജനതയ്ക്ക് പൊതുവായ ഭാഷ, സംസ്കാരം, ചരിത്രം, പാരമ്പര്യം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ സമൂഹമായി നിലനിൽക്കാനുള്ള അവകാശമാണെന്ന് ഇത് വാദിക്കുന്നു. എന്നാൽ ഈ ദേശീയത മറ്റുള്ളവരെ കീഴടക്കാനോ പുറത്താക്കാനോ വേണ്ടിയുള്ളതല്ല, മറിച്ച് എല്ലാ ജനതകൾക്കും തുല്യമായ സ്വയംഭരണാവകാശം ഉറപ്പാക്കേണ്ടതാണെന്ന് ലിബറൽ ദേശീയത പറയുന്നു. ലിബറൽ ദേശീയതയുടെ വികാസം 18-ാം നൂറ്റാണ്ടിലെ പ്രബുദ്ധത പ്രസ്ഥാനം അഥവാ എൻലൈറ്റൻമെൻറ്റ് പ്രസ്ഥാനവും ഫ്രഞ്ച് വിപ്ലവവും ലിബറൽ ദേശീയതയുടെ വളർച്ചയ്ക്ക് പ്രധാന അടിത്തറയായി. രാജാവിൻ്റെ ദൈവിക അവകാശത്തെ നിഷേധിച്ച് ജനങ്ങളുടെ പരമാധികാരമാണ് രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഈ ആശയം വാദിച്ചു. പിന്നീട് യൂറോപ്പിലെ ഇറ്റലി, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളുടെ ഏകീകരണ പ്രസ്ഥാനങ്ങൾക്കും ഈ ആശയം പ്രചോദനമായി. പ്രധാന സവിശേഷതകൾ: ലിബറൽ ദേശീയതയുടെ കേന്ദ്ര ആശയം വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഓരോ വ്യക്തിക്കും അഭിപ്രായ സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, നിയമത്തിനു മുന്നിൽ സമത്വം എന്നിവ ഉണ്ടായിരിക്കണം. ഇത് ജനാധിപത്യ ഭരണത്തെ പിന്തുണയ്ക്കുന്നു. ഭരണാധികാരം ജനങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം. സ്വയം നിർണയാവകാശം, സെൽഫ് ഡിറ്റർമിനേഷൻ, ലിബറൽ ദേശീയതയുടെ മറ്റൊരു പ്രധാന സവിശേഷതയാണ്. ഇത് ഓരോ ജനതയ്ക്കും സ്വന്തം രാഷ്ട്രീയ ഭാവി തീരുമാനിക്കാനുള്ള അവകാശമുണ്ടെന്ന് ഇത് അംഗീകരിക്കുന്നു. ഇത് ബഹുസ്വരതയെയും സഹിഷ്ണുതയെയും പ്രോത്സാഹിപ്പിക്കുന്നു. ഭാഷ, മതം, സംസ്കാരം എന്നിവയിലെ വൈവിധ്യങ്ങളെ അംഗീകരിക്കുകയും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നു. വിമർശനങ്ങൾ നോക്കുകയാണെങ്കിൽ, കമ്മ്യൂണിറ്റേറിയൻ ചിന്തകർ പറയുന്നത് ലിബറൽ ദേശീയത വ്യക്തിക്ക് അമിത പ്രാധാന്യം നൽകുകയും സമൂഹത്തിൻ്റെ സാംസ്കാരിക പ്രത്യേകതകളെ വേണ്ടത്ര പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നതാണ്. മാർക്സിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ദേശീയത വർഗസമരത്തെ ദുർബലപ്പെടുത്തുകയും വർഗ ചൂഷണത്തെ മറച്ചുവെക്കുകയും ചെയ്യുന്നു. പോസ്റ്റ് കൊളോണിയൽ ചിന്തകർ പറയുന്നത് യൂറോപ്യൻ ലിബറൽ ദേശീയത പലപ്പോഴും പാശ്ചാത്യ മൂല്യങ്ങളെ സർവ്വലൗകികമായി അവതരിപ്പിക്കുന്ന പ്രവണത കാണിച്ചുവെന്നാണ്. ഈ ചില സന്ദർഭങ്ങളിൽ ലിബറൽ ദേശീയത പോലും ഭൂരിപക്ഷ ദേശീയതയിലേക്ക് വഴിമാറി ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ ദുർബലപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും വിമർശനമുണ്ട്. ലിബറൽ ദേശീയത ദേശീയ ഐഡന്റിറ്റിയും മനുഷ്യ സ്വാതന്ത്ര്യവും ജനാധിപത്യവും മനുഷ്യാവകാശങ്ങളും തമ്മിൽ സന്തുലിതാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ ആശയധാരയാണ്. ആഗോളവൽക്കരണവും ബഹുസാംസ്കാരിക സമൂഹങ്ങളും വളരുന്ന ഇന്നത്തെ ലോകത്ത് ദേശീയ ഐക്യം നിലനിർത്തിക്കൊണ്ട് വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഈ ആശയം പലപ്പോഴും പ്രസക്തമാണ്. എന്നിരുന്നാലും ഭൂരിപക്ഷ ദേശീയത, ന്യൂനപക്ഷ അവകാശങ്ങൾ, ആഗോളവൽക്കരണം തുടങ്ങിയ വെല്ലുവിളികൾക്കിടയിൽ ലിബറൽ ദേശീയത തുടർച്ചയായി പുനർവ്യാഖ്യാനിക്കപ്പെടുകയും വികസിക്കുകയും ചെയ്യുന്ന ഒരു ആശയധാരയായി തുടരുന്നുണ്ട്.